കോടിക്കണക്കിനുള്ള കമ്മ്യൂണിറ്റിയുള്ള പ്ലാറ്റ്ഫോമാണ് ബിനാൻസ് പോലത്തെ ടയർ 1 എക്സ്ചേഞ്ചുകൾ. കാരണം അതിന്റെ റാങ്കിങ് തന്നെ വരുന്നത് അവിടെ നടക്കുന്ന ട്രേഡിംഗ് വോളിയം ആൻഡ് അവരുടെ പ്ലാറ്റ്ഫോമിന്റെ കമ്മ്യൂണിറ്റി ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ക്രിപ്റ്റോ വരുന്നത് നമ്മളെ പോലൊരു സാധാരണക്കാരൻ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുക. കാരണം ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ കുറച്ച് പണം കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബൈനാൻസിന് ഒരു 10 കോടി രൂപ കൊണ്ടേ കൊടുത്തിട്ട് ഒരു ടോക്കൺ ഉണ്ടാക്കി, ഒരു 1.5 ലക്ഷം രൂപ മുടക്കി ഒരു ടോക്കൺ ഉണ്ടാക്കി ഒരു 10 കോടി കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവര് തന്നെ എല്ലാം ചെയ്യും. മാർക്കറ്റിംഗ് ചെയ്യും, ഡെക്സിൽ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യും, കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇത് അവര് തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പൊ ട്രംപ് പോയി ഒരു സുപ്രഭാതം നമ്മളെല്ലാവരും കേട്ടതല്ലേ, അദ്ദേഹം അവർ പണം കൊടുത്തു, മാർക്കറ്റിംഗ് എല്ലാം ഫൈനാൻസ് തന്നെ ചെയ്തു. നിസ്സാര പൈസയിൽ എത്ര ഡോളറിലേക്ക് കയറിപ്പോയി അതിന്റെ ടൈപ്പ്, എത്ര ആളുകൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. അന്ന് ലിസ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ ട്രസ്റ്റ് വാലറ്റിലും ഡെക്സുകളിലേക്ക് കയറിയിട്ട് കുറച്ചൊക്കെ വാങ്ങിച്ചു വെച്ചു. അവർക്ക് എത്ര കോടി രൂപ ഉണ്ടാക്കുന്നത്. അതായത് ഒരു ക്രിപ്റ്റോ കറൻസിയിൽ കോടിക്കണക്കിന് ഉണ്ടാക്കുന്നവർ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ഒരു എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആർക്ക് കിട്ടിയോ അവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ അതിനേക്കാൾ ഉപരി ഒരു മാർക്കറ്റില് ഒരു കോയിൻ സസ്റ്റൈനബിലിറ്റി ഒരു കോയിൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കോയിനുകൾ വരാറുണ്ട് പോവാറുണ്ട്, ഡീലിസ്റ്റ് ആവാറുണ്ട് പല കോയിനുകൾ. അതിന് പ്രധാന കാരണം എന്താ പറയണം, ഒരു കോയിൻ ഉണ്ടാക്കും, അവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യും. ആ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കുറെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുള്ള ഈ വേൾഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് 0.1% ആളുകൾ ഇതിലേക്ക് വന്നാൽ പോലും എത്ര കോടി ഫണ്ട് ഒരു കോയിൻ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറയുമോ? $1 ബില്യൺ ട്രേഡിംഗ് വോളിയാണ്. $1 ബില്യൺ ട്രേഡിംഗ് വോളി ബൈനാൻസിലേക്ക് ഓരോ 24 hours നടത്തുന്നത്. നമുക്ക് ഇമാൻ ചെയ്യാൻ പറ്റുമോ? ഇതില് നമ്മുടെ ലിറ്റ്മസ് പ്രോട്ടോക്കോളിന്റെ ഈ LMX ഈ കോയിൻ ഒരു 0.1% പോപ്പുലേഷൻ ആക്സസ് ചെയ്യാൻ നമ്മളതിന് പൊടിച്ചിട്ടാവും. നമ്മൾക്കെല്ലാം ഹ്യൂജ് സെല്ലേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. ഈ മാർക്കറ്റിൽ എങ്ങനെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കൃത്യമായി പ്ലാനും പദ്ധതികളും എന്ത് ചെയ്യാം, ഈ പ്രൊജക്ട് ഹോൾഡ് ചെയ്യുന്ന ഉറപ്പുണ്ട്. ഇതിന് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കണം, ആ കോയിനിൽ ഒരു അട്രാക്ഷൻ എങ്ങനെ കൊണ്ടുപോയി വേൾഡ് വൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ലോട്ടറികൾ. ലിറ്റ്മക്സ് എന്ന് പറയുന്നത് കമ്പനി ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രീഷ്യസ് കാര്യം, ഇന്ന് ലോകത്തിൽ നിരവധി വാലറ്റുകൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാലറ്റ് കമ്പനി ഓൾറെഡി അതിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് കയ്യിലിരിക്കുക. ജസ്റ്റ് 75,000 ആളുകളിലേക്ക് നമ്മുടെ ലിറ്റ്മാൻ എത്തിക്കഴിഞ്ഞാൽ അവരത് ഓപ്പൺ ചെയ്യും. അത്രയും ഫീച്ചേഴ്സ് ഫെസിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഇന്ന് കമ്പനിയിലേക്ക് വരാൻ പോകുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരൊറ്റ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ലിറ്റ്മെയിൽ എന്ന ആപ്പ് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിറ്റ്മെയിൽ വർക്ക് ചെയ്യും. കമ്പനിയുടെ മറ്റ് പ്രൊജക്റ്റുകൾ, ലോട്ടറി സൈറ്റുകൾ, പ്രൊഡിക്ഷൻ മാർക്കറ്റ്, ഇതെല്ലാം എന്തായാലും ആ ഒരൊറ്റ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡിആർ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് മാത്രമല്ല, 34 ഫിയറ്റ് കറൻസികൾ അത് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നമ്മുടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പോയി നമുക്ക് വേറെ വാലറ്റ് കൊണ്ടിട്ടില്ല, നമ്മുടെ ലിറ്റ്മക്സിന് വാലറ്റ് കൊണ്ടിട്ട് വെച്ചാൽ മതി. നമ്മുടെ ലിറ്റ്മക്സ് കോയിൻ USDT നിങ്ങളുടെ ക്രിപ്റ്റോ അസറ്റ് നമ്മുടെ വാലറ്റ് സൂക്ഷിക്കാം. അപ്പോ ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ ഡിജിറ്റൽ കാർഡ്, ഇൻസൈഡ് ഡിജിറ്റൽ കാർഡ് ഉണ്ട്, വിർച്വൽ കാർഡ്. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ വിസ കാർഡ്, സാധാരണ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെ നമ്മുടെ പേരടിച്ച് ലിറ്റ്മക്സിന്റെ ഓൺ കാർഡ് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിൽ $150-200 മേടിക്കുന്ന കാർഡ് നമുക്ക് മാസം $100 എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ലിറ്റ്മക്സിന് അവിടെ നമുക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് അവിടെ ഡോളർ വാങ്ങിക്കാം, INR കൊടുത്ത് ഡോളർ വാങ്ങിക്കാം, ഡോളർ കൊടുത്ത് INR വാങ്ങാൻ പറ്റും. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫെസിലിറ്റിയുള്ള വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെയ്യുന്ന പ്രൊജക്ട് എന്ത് ചെയ്യുന്നത്, ഈ കമ്പനി ഹോൾഡ് ചെയ്തിട്ട് അവരൊക്കെ ഫൈനൽ സെഷനിൽ കരടെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് 75,000 അമൗണ്ട് എത്തി കഴിയുമ്പോൾ അവർ ചെയ്യും. അതായത് ഇത് ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഇന്ന് ഒരു പ്രോഗ്രാം കമ്മ്യൂണിറ്റി ബേസ്ഡിനേക്കാൾ ഉപരി ഒരു ക്രിപ്റ്റോ കറൻസി അത് ഒരു പ്രൊജക്ട് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ
അതും വളരെ പോപ്പുലറായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഒരു വാലറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോയിനാണെന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റ് പോകില്ല എന്നുള്ളതാണ്. മാർക്കറ്റ് പോകില്ല. കാരണം എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ഫ്രീക്വന്റ് നടന്നുകൊണ്ടിരിക്കും. LMS ടോക്കണിന്റെ മാർക്കറ്റ് പെട്ടെന്ന് അടിച്ച് താഴെ പോകില്ല. കാരണം എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയാണ് ഏതൊരു കോയിനെ ഒരു മാർക്കറ്റ് നിലനിർത്തുന്നത്. കമ്മ്യൂണിറ്റി അട്രാക്ഷൻ വന്നാൽ മതി, അവരുടെ അറ്റൻഷൻ വന്നാൽ മതി കോയിലേക്ക്. അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഇതിന് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുന്നത്, ഒരു വലിയൊരു കമ്മ്യൂണിറ്റി, അത് കേപ്പബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം, കുറച്ച് ആളുകൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു അതോറിറ്റി ഓർഗനൈസ് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോയിൻ മാർക്കറ്റിൽ നന്നായി പോയില്ല. ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ മാർക്കറ്റ് ഒരു കാര്യം സിറ്റുവേഷൻ വന്നു ഉണ്ടായതാണ്. പക്ഷെ മാർക്കറ്റ് ഒരു സ്റ്റേഡിയം ലെവലിലേക്ക് മാർക്കറ്റ് കയറി വരും. ഇപ്പൊ ഈ വാറൊക്കെ കഴിയാൻ നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പോൾ പഴയ രീതിയിൽ വരുമ്പോൾ തിരിച്ചു വരും. നമ്മളിതുവരെ കണ്ടേക്കണം അങ്ങനെയാണ്. അപ്പൊ മാർക്കറ്റില് ഒരു കോയിന്റെ വാല്യൂ സ്റ്റഡി ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, അത് ഇവിടെ ആദ്യം മുതലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകൾ വന്നു കഴിയുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് ഒരു പരിധി വിട്ട് എന്തെങ്കിലും താഴേക്ക് പോകില്ല. ഒരു സൈഡ് ബേസ് മാർക്കറ്റ് ഉണ്ട്, ഒരു സൈഡ് മാർക്കറ്റ് നമ്മൾ പോയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ എന്താ സംഭവിക്കാൻ മനസ്സിലാക്കുക, ഇന്ന് ലോകത്ത് നമുക്കറിയാം കോടിക്കണക്കിന് പാർട്ടിസിപ്പൻസ് ഉള്ള എക്സ്ചേഞ്ചുകളുണ്ട്. ഈ എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ എക്സ്ചേഞ്ചിലുള്ള ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ ഒരു 1% $10 LMX കോയിൻ വാങ്ങിച്ചാൽ മതി. അതിന്റെ വോളിയം എത്രയായിരിക്കും അറിയാമോ? ഇത് വാങ്ങിക്കുന്ന ആരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ആരായിരിക്കണം വിൽക്കാനിടുന്നത്? കാരണം നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ കോയിലുള്ളൂ. LMS കോയിൻ ആരുടെ കയ്യിലേ ഉള്ളൂ, അവർക്ക് എക്സ്ചേഞ്ച് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇത് വിൽക്കണ ആരാ? നമ്മൾ വിൽക്കും. അപ്പൊ കൂടുതൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് LMX ടോക്കൺ ആരുടെ കയ്യിലുണ്ടോ ആ വേൾഡ് മാർക്കറ്റിൽ നിന്ന് വരുന്ന അസറ്റ് മൊത്തം അസറ്റ് എല്ലാം എന്ത് ചെയ്യും, കൂടുതൽ കോയിൻ സെൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നവരുടെ വാലറ്റിലേക്ക് വരും. അതാണ് ഇത് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹൈ ക്വാണ്ടിറ്റി കോയിൻ നമ്മുടെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഈ ടോക്കൺ നമ്മുടെ വാലറ്റിലാക്കി വയ്ക്കുക. മാർക്കറ്റിൽ ബൈ ചെയ്യാനായിട്ട് വേൾഡ് മാർക്കറ്റിൽ ആളുകൾ വരുമ്പോൾ അവർക്ക് ഏകദേശം കൊടുക്കാനായിട്ട് 10%, 10% കൊടുത്ത് നമ്മൾക്ക് ആ അസറ്റ് മൊത്തം, ആ DT അസറ്റ്, ഡോളർ അസറ്റ് മൊത്തം നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അത് എങ്ങനെയുള്ളവർക്ക് പറ്റുക, ആരുടെ കയ്യിലാണ് കൂടുതൽ കോയിനുള്ളവർ, അളവിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇയർലി ഓപ്ഷൻസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് യൂട്ടിലൈസ് ചെയ്താൽ മതി. എങ്ങനെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പോയി നമ്മുടെ വാലറ്റ് കൊണ്ടുവരാം, ഓഫർ ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്തോ, അത് നമ്മുടെ ചോയ്സാണ്. ഏത് മാർക്കറ്റിലൂടെയും ഈ സാധനം ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ വാലറ്റിലേക്ക് മാക്സിമം പോയി അക്യുമുലേറ്റ് ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവർ കോടീശ്വരന്മാർ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇന്ന് ലോകത്ത് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഒരു ടോക്കൺ മാർക്കറ്റിലെ ഏത് ടോക്കൺ വന്നാലും അതിനെ ഡെവലപ്പ് ചെയ്യുന്നത് അതോറിറ്റി ഉണ്ടാവും, അവരുമായി ചുറ്റപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ഒരു മാർക്കറ്റ് ഉണ്ടാവും. അവരിലേക്ക് ആദ്യം എത്തുന്നത് ഈ കോടിക്കണക്കിന് എവിടെ പോകുന്നത്, ആ കോയിൻ മാർക്കറ്റിലേക്ക് എത്തിച്ച് ആ ഒരു അതോറിറ്റിയോ അവരുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുന്ന ആൾക്കാർ ഉണ്ടാക്കുന്നത്. കാരണം നമ്മളൊക്കെ ബൈ ചെയ്യാൻ പോകുമ്പോൾ ആരെ വിൽക്കാണ്ടിരിക്കുന്ന, ഉള്ളവർ വിൽക്കാണ്ടിരിക്കുന്ന നമ്മൾ വായിക്കുന്നു, നമ്മുടെ ഫണ്ട് അങ്ങോട്ട് പോകുന്നു. ശരിയല്ലേ? ഇത് നമ്മൾക്ക് ഒരു അവസരം കിട്ടിയില്ലേ? ഈ അവസരത്തെ എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു കുറച്ച് സമയം മതി, 5 or 6 മാസം നമ്മൾ ശരിക്കും വർക്ക് ചെയ്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറിയിരിക്കും. അത് വലിയൊരു അവസരം. കാരണം ടെക്നോളജിക്കലി ക്രിപ്റ്റോ മേഖല അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഹെവി നോളജ് ആളുകളെ പിന്നിൽ അവരെ മുമ്പോട്ട് പോകുന്നില്ല. അവർക്കറിയാം മാർക്കറ്റിൽ എത്തിക്കാൻ ഷാർപ്പായിട്ടുള്ള ടാർഗറ്റാണ്. ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ കിട്ടുന്ന DT ഇല്ലേ 2x, നിങ്ങൾ മറന്നില്ല. അതുകൊണ്ട് ആരും ഒന്നും ആവാൻ പോണില്ല. 2x കിട്ടുമ്പോൾ 1000 കോടി, 1000 കോടി, 2000 കോടി എന്താ ആവാനാ? ശരിയല്ലേ? പക്ഷെ അതിനേക്കാൾ വലിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ടോക്കൺ കയ്യിൽ വരാനുള്ള അതിനു വേണ്ടി എന്ത് ചെയ്യും, ലൈഫ് എന്ന് പറയും. ഓക്കെ, ഏകദേശം ക്ലിയർ ആയില്ലേ?